മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യൂട്യൂബ് മീഡിയയുടെ ബിഗ് ബോസ് ടോക്ക് ആണ്. കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഈ ഇന്നത്തെ ദിവസത്തെ അല്ലെങ്കിൽ മൊത്തം ബിഗ് ബോസിനെ തന്നെ ഈ സീസണിനെ മൊത്തത്തിൽ നിയന്ത്രിക്കാൻ പോകുന്ന ഒരു വലിയ കാര്യം നടന്നിട്ടുണ്ട് എന്നുള്ളത്, നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്. അത് പക്ഷെ ബിഗ് ബോസ് ചെറുതായിട്ടൊന്ന് വെട്ടിയിട്ടുണ്ട്. അതവിടെ ഇരിക്കട്ടെ, അത് പറയാം. ബിഗ് ബോസ് അതായത് അവർ മിടുക്കന്മാരാകുമ്പോ നമ്മൾ മിടുക്കന്മാരാവണ്ടേ, ആ ഒരു ലൈനാണ് ബിഗ് ബോസിന്റെ ഒരു ഡയലോഗും ഉണ്ടായിരുന്നു. അതെ അതെ, ഇത് ഏഴിന്റെ പണിയാന്ന് അറിയൂല മക്കളെ, അതങ്ങ് ഗംഭീരമാക്കി കളഞ്ഞു. അതെ, ആ ഒരു സാധനം ഒറ്റ മതി, ഇത് ഏഴിന്റെ പണിയാന്ന് അറിഞ്ഞൂടാ. എന്തായാലും അതിലേക്ക് കടക്കാം. ആദ്യം നടന്ന കാര്യങ്ങൾ പറയാം. അതായത് ഇന്നലെ മുതൽ അനീഷ്, കോമണറായിട്ട് വന്നിട്ടുള്ള അനീഷ്, തുടക്കത്തിൽ നമുക്കൊരു ജോക്കറിനെ പോലെ തോന്നിയ ഒരാള് ഇപ്പതാ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പതാ ഹീറോ ആയിട്ട് മാറുകയാണ്, അല്ലെങ്കിൽ മാറ്റുകയാണ്. ആര്? ബിഗ് ബോസിലെ കുറച്ച് മണ്ടന്മാർ. നമുക്ക് അങ്ങനെ തന്നെ പറയാൻ പറ്റുള്ളൂ. 17 പേര്, 18 പേര് എന്ന് പറയാൻ പറ്റില്ല. ഒരാള് അതിനകത്ത് വ്യത്യസ്തമായിട്ട് ചിന്തിച്ചിട്ടുണ്ട്. രേണ ഫാത്തിമ മാത്രാണ് ഇത് കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ളത്. അതവിടെ രേണ ഫാത്തിമ മറ്റൊരാളോട് പറയുന്ന സമയത്ത് 2 സാഹചര്യത്തിൽ പറയുന്നുണ്ട്. ആ വോളിയം അങ്ങ് കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. അതെ, അതിലേക്ക് വരാട്ടോ. അതായത് നമ്മുടെ അനീഷ് ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയാണ് ഇന്നലെ മുതൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ബിഗ് ബോസ് അതിന് വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ആൾ ഒറ്റപ്പെട്ട് നിൽക്കുമ്പോൾ ആൾക്ക് പ്രത്യേക സ്ക്രീൻ സ്പേസ് കൊടുക്കാതെ ആളുടെ ഭാഗം കാണിക്കാതിരിക്കുമായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ മുതൽ ലൈവിൽ നടക്കുന്നത്, അതായത് എല്ലാവരും പ്രത്യേകം പോയി ചൊറിയുന്നു, നിസ്സാരമാണെന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ എടുത്തു പറയുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവൻ ലോകമണ്ടനാണല്ലോ എന്ന് അവർക്ക് തോന്നും. ആ തോന്നിയ അവർ എന്താണ് ചെയ്യേണ്ടത്? ഒഴിവാക്കി വിടണം. ഇവരങ്ങനെയല്ല ചെയ്യുന്നത്. ഇവർ പിറകെ കൂടി ടാർഗറ്റ് ചെയ്തു, ഒറ്റപ്പെടുത്തി. ശരിക്കും ഒറ്റപ്പെടുന്നത് നമുക്ക് തെറ്റിദ്ധരിക്കൂലേ? ഇത് തെറ്റിദ്ധാരണമല്ല, ശരിക്കും ഒറ്റപ്പെടുത്തുന്നുണ്ട്. അതായത് ഇവർക്ക് എന്താണെന്നറിയോ, ഇവര് ചെയ്ത സാധനം നേരെ തിരിഞ്ഞുപോയി. അതെ, ഇവര് ആദ്യം തന്നെ മറ്റേ പറയുന്നുണ്ട്, ഒഴിവാക്കി വിട്ടേക്ക്, സ്പേസ് കൊടുക്കണ്ട. അതായത് ഒറ്റപ്പെടലാണ് ആള് ശ്രമിക്കുന്നത്, അതായത് സ്പേസ് കൊടുക്കണ്ട. പക്ഷെ കറക്റ്റ് സമയത്ത് നമ്മുടെ രേണ ഫാത്തിമ കറക്റ്റ് ആയിട്ട് അതിന് അനുസരിച്ച് ആളുടെ കൂടെ പുറകെ നടന്ന് ആളും സ്പേസ് കണ്ടുപിടിച്ചു. രേണാസുദ്ദീൻ സ്പേസ് കണ്ടുപിടിച്ചു. അത് എക്സ്പോസ് ചെയ്തും ചെയ്തു. അതായത് പ്രേക്ഷകർക്ക് മുമ്പിൽ അനീഷിന്റെ ഗെയിം സ്ട്രാറ്റജി എക്സ്പോസ് ചെയ്തും കാണിച്ചു കൊടുത്തു. എന്നിട്ടും ഇത് മനസ്സിലാക്കാത്ത ബാക്കി കുറെ ആൾക്കാരുടെ കാര്യമാണ്. ആളുടെ ഒപ്പം നിൽക്കല്ലേ വേണ്ടത്. അതെ, അല്ലെങ്കിൽ അയാളെ കുറിച്ച് ചിന്തിക്കാനേ പാടില്ല. ഇത് ഇവിടെ മറ്റേ എന്താ പറയാ, ക്യാപ്റ്റൻസിക്ക് വേണ്ടിയിട്ടുള്ള ടാസ്ക് നടക്കുന്ന സമയം, ആ സമയത്ത് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നറിയും, ഇവരൊക്കെ ഇത്ര ഭയങ്കരമായിട്ട് വന്നേക്കുന്ന ആൾക്കാര്. ഇവര് എന്തായാലും അനീഷിന് എല്ലാവരും അതിനകത്തൊരു 3/4 പേരും വന്നിട്ട് അനീഷിനെ ടാർഗറ്റ് ചെയ്തിരിക്കുന്നു. അത് മാത്രല്ല, ഇതിലൊരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത്, ടാർഗറ്റ് ചെയ്തു എന്നുള്ളത് ആളെ ഒറ്റപ്പെടുത്തി എന്നുള്ളതുകൊണ്ട് മാത്രല്ല. അതായത് ഇപ്പൊ അനീഷ് എണീറ്റിട്ട് ഇതില് ഒരു ടാസ്ക് കൊടുത്തു, ക്യാപ്റ്റൻസി ടാസ്ക്. അതായത് സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പാത്രത്തില് ഫോം ആക്കിയിട്ട് മുഖത്ത് തേക്കുക. അതായത് ക്യാപ്റ്റൻ ആകാൻ നിങ്ങൾക്ക് യോഗ്യനല്ല എന്നല്ലേ, തെറ്റിപ്പോയി, യോഗ്യനല്ല എന്ന് തോന്നുന്ന ഒരാളെ മുഖത്ത് എന്ത് ചെയ്യാ, ഫോം തേക്കുക. അപ്പോ അനീഷ് പോയിട്ട് ഫസ്റ്റ് തന്നെ ശാരികയുടെ മുഖത്ത് തേച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ ഇങ്ങനെ തേച്ചുകൊണ്ടിരിക്കുകയാണേ. അപ്പൊ മറ്റുള്ളവരൊക്കെ മതി 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 മതി. അതായത് അത് ആളുടെ സ്വാതന്ത്ര്യമാണ്. അതെ, ഇതിനകത്ത് ഇതിൽ പറഞ്ഞിരിക്കുന്നതും അങ്ങനെ തന്നെയാണ്. ഇനി അങ്ങനെയല്ല, അല്ലെങ്കിൽ അതായത് ആ ശാരികക്ക് അത് പ്രശ്നമാകുമെന്നുള്ള കൺസേൺ ആണെങ്കിൽ തീർച്ചയായും ആ കൺസേൺ അനീഷിനും കൊടുക്കണം. അത് മറ്റുള്ള എല്ലാ കണ്ടസ്റ്റൻസിനും എല്ലാവർക്കും കൊടുക്കണം. അപ്പോ ഈ പറഞ്ഞ ടീം അനീഷിനെതിരെ ഈ ഫോം തേച്ചപ്പോൾ എല്ലാരും എത്ര നേരം തേക്കുന്നത് അത് നോക്കി നിന്ന് ആസ്വദിക്കുക, സൈലന്റ് ആയിട്ട്. അതും ഓരോരുത്തർ വന്ന് തേക്കുമ്പോഴും, അതായത് ഏറ്റവും കൂടുതൽ എല്ലാരും ടാർഗറ്റ്, ഇതാണ് ഇവരുടെയൊക്കെ ബുദ്ധിയില്ലായ്മ എന്ന് പറയുന്നത്. ഈ ടാർഗറ്റ് ചെയ്തത് മൊത്തം അനീഷിനെ. അപ്പൊ തന്നെ കാണുന്ന പ്രേക്ഷകർക്ക് ഉള്ളിൽ തോന്നും, ഇവരെന്ത് പരിപാടിയാണ് ഈ ചെയ്യുന്നത്, ആ പാവത്തിനല്ലേ. ആ പാവം എന്ന് പറഞ്ഞ സാധനം പ്രേക്ഷകർ ഉള്ളിൽ കേറിയോ പോയി. അത് ചിന്തിക്കാൻ മൂളയില്ലാതെ അവിടെ കേറി കളിച്ചിട്ട് ഒരു കാര്യമല്ല. ഇനി അത് മാത്രല്ല, ഞാൻ അതായത് എനിക്ക് തോന്നിയ കാര്യം പറയാം. ഇതിനു മുൻപുള്ള ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയുടെ രീതിയിൽ നിന്ന്
ചിലത് നമുക്ക് കറക്റ്റായിട്ട് ഇത് ശരിക്കും ടാർഗറ്റ് ചെയ്യുന്നു, ഭയങ്കരമായിട്ടുള്ള ഗ്രൂപ്പിസം ഇവിടെ സംഭവിക്കുന്നു എന്നുള്ളത് വ്യക്തമായി പക്ക തെളിഞ്ഞു കാണുന്നുണ്ട്. അതായത് ആര്യൻ, ഷാനവാസ്, മുൻഷി രഞ്ജിത്തല്ല, നെഞ്ചത്തൊന്നല്ല, രഞ്ജിത്താണ്, പിന്നെ അപ്പാനി ശരത്ത്, പിന്നെ ഇങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. ഇവരൊക്കെ ആര്യൻ, സിംഗർ അക്ബർ ഖാന്, പിന്നെ നെവിൻ, ഉള്ളി, ഓനുണ്ട്, ആളുണ്ട്. ഇവരൊക്കെ ഒരുമിച്ച് ഒരു ടീം. ഇവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇവരൊരാളെ ഞാൻ പോവാമെന്ന് പറയുമ്പോ സപ്പോർട്ട് ചെയ്യുന്നു. അതായത് മറ്റേ റൂമിൽ പോയിട്ട് ഒരു സാധനം എടുത്തിട്ട് വരാൻ പറയുന്നുണ്ട്. അതെ അതെ. അതിൽ അപ്പാനി ശരത്ത് ആദ്യം തന്നെ അങ്ങനെ ആര് ചാടി ആർക്ക് വേണമെങ്കിൽ പോവാമെന്ന് പറഞ്ഞു. അത് നിങ്ങൾ തീരുമാനിച്ചു. അപ്പാനി ശരത്ത് ചാടി അങ്ങനെ ഏറ്റു. അപ്പൊ ആര് ബാക്കി 18 പേരും ഓക്കെ കുഴപ്പമില്ല. നേരെ അനീഷ് പറഞ്ഞു അത് പറ്റൂല, എനിക്കും പോകാൻ താല്പര്യമുണ്ട്. എതിരെ പറയും എന്നുള്ളതല്ലേ അവിടുത്തെ ബിഗ് ബോസിന്റെ പ്രത്യേകത തന്നെ. അല്ലാതെ ഇവര് പറയുന്നത് സപ്പോർട്ട് ചെയ്യുന്നതാണോ? ഇവര് വിചാരിക്കുന്നത് പോലെ തന്നെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നതാണോ ഇവരുടെ വിചാരം? അതിന്റെയൊക്കെ പേരില് എന്നിട്ട് അനീഷിനെതിരെ എന്നിട്ട് അനീഷ് കിടിലൻ, അതായത് അപാര ബുദ്ധിമാനാണ്, കളി അറിഞ്ഞു വന്ന ആളാണ്. ആദ്യം നമ്മൾ കരുതിയ ചില കാര്യങ്ങളുണ്ടായിരുന്നു, അത് പക്ഷെ അവിടെ നിറവേറ്റാൻ കഴിഞ്ഞു. ഇപ്പൊ നമ്മുടെ മുന്നിൽ ഇപ്പൊ റെന ഫാത്തിമയുടെ മുൻപിൽ ഈ ഒരു ഗെയിം സ്ട്രാറ്റജി വർക്കായിട്ടില്ല. ആളുടെ മുമ്പിൽ അത് കോമാളിത്തരം തന്നെ. കാരണം ഇതിന് മുൻപ് പല രാജാക്കന്മാരും ചെയ്ത പരിപാടി തന്നെ ചെയ്യുന്നു, അത് ആവർത്തിക്കുന്നു എന്നുള്ളത് തെറ്റാണ്. അപ്പൊ അത് നമുക്ക് വലിയ സംഭവമായിട്ട് തോന്നില്ല. പക്ഷെ ഇത് ഇവർക്ക് മനസ്സിലാകാത്തത് കൊണ്ട്, അത് വർക്കായതുകൊണ്ട് തന്നെ ആളിപ്പോ ഗെയിമിനുള്ളിലാണ് ഹീറോ ആയി. ജോക്കർ ഹീറോ ആയി. അതാണ് ഇതിനകത്ത് ആദ്യം ഇവര് വിചാരിച്ചുകൊണ്ടിരുന്നതോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരാൾ വന്നതാ. പറ. അപ്പൊ ഈ പൊട്ടന്മാര് എന്ത് ചെയ്തോണ്ടിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ മുന്നിലേക്ക് ആള് ലോകപൊട്ടനാണ്, ആളെ എക്സ്പോസ് ചെയ്യാൻ ഇട്ട് തരികയാണെന്നാണ് ഇവരെ വിചാരം. പക്ഷെ അങ്ങനെ ചെയ്യുന്നതിൽ തെറ്റില്ല. പക്ഷെ അപ്പോ ഇതില് മറ്റുള്ളവർക്ക് ഇവർ കൊടുക്കുന്ന സപ്പോർട്ട് കൂടി കാണുമ്പോ ഇത് പ്രശ്നമാണ്. അവരങ്ങനെ ചെയ്യുന്നതിന് ഒരു തെറ്റുമില്ല. ചെയ്ത് കാണിക്കുന്നവര് അതിനനുസരിച്ചുള്ള കഴിവോടെ കാണിക്കണം. അതെ, അയാളെ എക്സ്പോസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എക്സ്പോസ് ചെയ്യുന്നത് നമുക്ക് കൂടി ഫീൽ ചെയ്യണം, അവരെ എക്സ്പോസ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. അതായത് ഇപ്പോ ഞാനും ഇവനും ഒക്കെ, എനിക്ക് ഇവനോട് ഒരു പ്രത്യേക താല്പര്യമുണ്ട്. അപ്പൊ ഇവൻ ചെയ്യുന്ന കാര്യത്തിന് ഞാൻ കൈയടിക്കുന്നു. അതായത് വേറൊരാളുടെ മുഖത്ത് വായിലും അണ്ണാക്കില് വരെ പത കയറ്റുന്നു. ആ സമയത്ത് വാ സൂപ്പർ എന്ന് പറയുന്നു എന്നുള്ളത് അവിടെ ഒരു പ്രശ്നമല്ലേ? പിന്നെ ആള് തിരിച്ചു ചെയ്യുമ്പോ അത് പറ്റില്ല, അത് ശരിയാവില്ല, മതി എന്ന് പറഞ്ഞ് ഇടപെടുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്? അപ്പൊ അനീഷ് ചെയ്യുന്നത് ഇവിടെ പ്രശ്നമുള്ളൂ എന്നുള്ളതല്ലേ? അങ്ങനെ വരുന്നത് ശരിക്കും കാണാനുണ്ട്. അത് തന്നെയാണ് അനീഷിന് ഏറ്റവും പോസിറ്റീവ് ആയിരിക്കുന്നത്. അതെ. കാരണം നമ്മൾ തന്നെ ഇതിനെ കുറച്ച് മുന്നേ ഇട്ട വീഡിയോസിലൊക്കെ കമന്റ് വരാൻ തുടങ്ങി. അതെ, അനീഷ് ഏറ്റെടുത്ത പണി നല്ല അന്തസ്സായിട്ട് ചെയ്തിട്ടുണ്ട്, അതിനവിടെ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ കുഴിയിൽ പലരും വീണിട്ടുണ്ട്. അതിൽ ഷാനവാസ് വീണു, ആര്യൻ വീണു. ആര്യനൊക്കെ അപ്പാനി ശരത്ത് അപ്പാനി ശരത്ത് വരെ എന്ന് പറയാനില്ല, അപ്പാനി ശരത്തും അത്രേ ഉള്ളൂ. അല്ല വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മികച്ച ഒരു എന്തെങ്കിലും ഒരു മൂവ്മെന്റ്സ് അതിന് മുമ്പ് ആള് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശരിയാ. ഇല്ലല്ലോ. അതായത് ആള് അപ്പാനി ശരത്ത് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ആള് വലിയ നടനാണെന്ന് കരുതിയിട്ട് ഇവരുടെ കുറച്ച് ടീമുണ്ട്. അതായത് ആർട്ടിസ്റ്റുകള്, അഭിനയമാണെങ്കിൽ അഭിനയം, അല്ലെങ്കിൽ പാട്ട് പാടാനുള്ള കഴിവാണെങ്കിൽ അത്, ഇവരൊക്കെ കൂടിയിട്ട് ഇവരെന്തെങ്കിലും ചെയ്യുമ്പോൾ അവരെ ടീം ഭയങ്കര സപ്പോർട്ട്, ഭയങ്കരമായുള്ള ഗ്രൂപ്പിസം അവിടെ ഉണ്ട്. അത് പെണ്ണുങ്ങളൊക്കെയാണ് സാധാരണ ഗ്രൂപ്പിസം ചില രീതിയിൽ ആദ്യം ഫോം ഉണ്ട്. പക്ഷെ ഇവരുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് ഇവരൊരു ടീമിൽ വന്നിട്ടില്ല. പക്ഷെ ഇവര് പോലും അറിഞ്ഞിട്ടില്ല കേട്ടോ ഈ ഗ്രൂപ്പിസം അവിടെ വളർന്നത്. ഇവരറിഞ്ഞിട്ടില്ല. പക്ഷെ ഇവര് ചെയ്യുന്നതൊക്കെ ഗ്രൂപ്പിസം ആയിട്ടാണ്, അതെ, കളിയാക്കുക. ഷാനവാസ് ഒരു സമയത്ത് പക്ഷെ ക്യാപ്റ്റൻസി ടാസ്കിൽ നോമിനേറ്റ് ചെയ്തത്, അതായത് പത തേച്ചത് മറ്റേ നമ്മുടെ അനീഷിനെതിരെ അല്ല, അനീഷിന്റെ മുഖത്തല്ല. പക്ഷെ അനീഷിന്റെ മുഖത്ത് ആദ്യം തേച്ച് കഴിഞ്ഞതിന് ശേഷം ഇതിങ്ങനെ കാണുകയാണ്, ഈ ലുക്ക് കണ്ടിട്ട് കളിയാക്കി ചിരിക്കുക. അപ്പൂപ്പൻ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി ചിരിക്കുക, അനീഷ് അപ്പൂപ്പൻ എന്നൊക്കെ പറഞ്ഞിട്ട്. കൊറേ അല്ലെങ്കിൽ തന്നെ ഷാനവാസിന്റെ എനിക്ക് ഷാനവാസ് അതിനു മുൻപ് വേറെ ആളുടെ മുഖത്ത് വേറെ കുറെ ആൾക്കാർ തേച്ചിട്ടുണ്ടല്ലോ. അവരൊന്നും എന്തുകൊണ്ട് ശാരികാമ്മന്ന് വിളിക്കാതെ? അത് മത്സരിക്കാൻ പോയ എല്ലാരും ഒരേപോലെയാണ്. അല്ലാതെ അവർക്ക് ഇഷ്ടമുള്ള, അവർക്ക് സിമ്പതി ഉള്ള ആൾക്കാരൊക്കെ
ബെസ്റ്റ് ഒരാള് ഇപ്പൊ അവരുടെ കൂട്ടത്തിൽ ഒരാളാണ് അവരിൽ നിന്ന് വേറിട്ടിരിക്കുന്ന ആള്. അതെ, അയാളുടെ കൂടെ ആയിരിക്കും ജനങ്ങൾ നിൽക്കുക. ഇപ്പൊ എന്തായാലും ഇന്നത്തെ ദിവസം അനീഷിന്റെ തന്നെയാണ്, ഒരു സംശയമല്ല. ഹീറോ ആണ്, അത് വർക്കായി. ഇപ്പൊ നമുക്ക് ഇത് ഒറ്റപ്പെട്ട സ്ട്രാറ്റജി ആണ്, അല്ലെങ്കിൽ ഇതിന്റെ മുൻപ് പലരും പ്രയോഗിച്ചു വന്ന പഴകിയ സാധനമാണ്, ഈ ഒരു സീസണിൽ അത് പാടില്ല എന്ന് പറഞ്ഞാലും വർക്കായോ, ആള് ചെയ്തു, അത് ഫലിപ്പിച്ച് വർക്കായി കഴിഞ്ഞാൽ പിന്നെ അതിന് കൈയടിക്കാനേ നിവർത്തിയുള്ളൂ. കൈയടിക്കുക, അല്ലെങ്കിൽ അതാണ് പറഞ്ഞത്, അല്ലെങ്കിൽ അത് അവിടെ മാറ്റാൻ കഴിയുന്ന ആൾക്കാരുമാണ്. പിന്നെ അത് മാത്രല്ല, ഇതിപ്പോ ഇത് തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് മുഖത്ത് ഫോം തേക്കുന്നു, ഓരോരുത്തരും വന്ന് വീണ്ടും വീണ്ടും അനീഷിന്റെ അണ്ണാക്കിലേക്ക് ഫോം അടിച്ചു കയറ്റുന്നു. ഈ സമയത്ത് നിങ്ങൾ ഒന്ന് ചിന്തിച്ചൂടെ, ഇത് ക്യാപ്റ്റൻസി ടാസ്ക് ആണ്. ഇതിൽ 3 പേരെ കണ്ടെത്തിയിട്ട് അവർക്കൊരു മത്സരം കൊടുത്തിട്ട് അതിൽ നിന്ന് ഒരാളെ തെരഞ്ഞെടുക്കണം. ബിഗ് ബോസ് കണ്ടിട്ടില്ല ഇതിന്റെ മുമ്പ്. അപ്പോ ഇതിൽ നിന്ന് ഒരു 3 ആൾക്കാരെ എങ്ങനെ തെരഞ്ഞെടുക്കും? വേറെയുള്ളവരൊക്കെ അവിടെ ഫോം ആവാതെ ഫ്രീ ആയിട്ടിരിക്കുകയാണ്. അപ്പൊ വീണ്ടും ടാസ്ക് നടത്തണോ? അപ്പൊ തന്നെ ആലോചിച്ചൂടെ, അതായത് ആവാത്ത ആൾക്കാരെ തെരഞ്ഞെടുത്തിട്ട് അവരൊക്കെ ഔട്ടാക്കല്ലോ വേണ്ടത്. ജസ്റ്റ് ഒരു മൂള വെച്ച് വെറുതെ ഒന്ന് ആലോചിച്ചാൽ മതിയായിരുന്നു. അതിനകത്ത് ഒരൊറ്റയാളത് പറയുന്നുണ്ട്, അതാണ് ഞങ്ങൾ ആദ്യം പറഞ്ഞത്. ഇത് ഗെയിം എന്താണെന്നും അല്ലെങ്കിൽ ആളുടെ ആ ഒരു തീരുമാനം അതെന്തായിരിക്കും എന്നും അത് പ്രേക്ഷകരിലേക്ക് എങ്ങനെയായിരിക്കും എത്തുന്നതെന്ന് കറക്റ്റ് മനസ്സിലാക്കിയ ഒരാള് റെന ഫാത്തിമയാണ്. റെന ഫാത്തിമ അപാര ബുദ്ധിമുട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ആള് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതായത് എനിക്ക് തോന്നുന്നു ആ നമ്മുടെ ബാംഗ്ലൂർക്കാരി അല്ല ഹിന്ദി ബിഗ് ബോസിൽ നിന്ന് വന്ന ഇപ്പുറത്തിരിക്കുന്ന ബിന്നിനോടാണോ? അതായത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇത് പ്രശ്നമാണ്, നിങ്ങളെല്ലാവരും ഒരാളെ കോർണർ ചെയ്യുന്നത് പോലെയാണ് ഇത്, അത് ചെയ്യാൻ പാടില്ല. ആള് തെരഞ്ഞെടുത്തത് വേറെ ആളാണ്. അത് പ്രേക്ഷകർക്ക് അങ്ങനെ തോന്നും എന്നുള്ളതുകൂടി സെപ്പറേറ്റ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് എന്ത് ചെയ്തതെന്ന് അറിയാം, ബിഗ് ബോസ് സൗണ്ട് കൂട്ടിയിട്ടു. അത് രഹസ്യമായിട്ട് പറഞ്ഞ സാധനമായിരുന്നു. അത് സൗണ്ട് കയറ്റിട്ടിട്ട് ഇത് കേൾക്കട്ടെ എന്ന് കരുതി. അത് ഒന്ന് റെന ഫാത്തിമയുടെ ബുദ്ധി ആൾക്കാർ അറിയട്ടെ, നല്ലൊരു മത്സരാർത്ഥിയാണെന്നുള്ളത് അറിയട്ടെ എന്നുള്ള കരുതിയിട്ട് തന്നെ ആയിരിക്കാം ഒന്ന്. പിന്നെ ഇത് ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത് അല്ലാതെ ബിഗ് ബോസിനൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അത് എക്സ്പോസ് ചെയ്യാന്നുള്ളത് കൂടിയാണ് അവരുടെ ഉദ്ദേശമുള്ളത്. പിന്നെ ബിഗ് ബോസ് എന്ത് ചെയ്തു, ഒരു മാരകമായ ടെസ്റ്റ് ചെയ്തു. അതായത് എല്ലാവരും കൊണ്ടുപോയി ഫോം അനീഷിന്റെ മുഖത്താക്കി അനീഷിനെ ക്യാപ്റ്റനാക്കിയാണ് മാറ്റി. എന്നിട്ട് ചോദിച്ചു ഒരു ഡയലോഗ്, നമ്മൾ രാവിലെ നമ്മൾ ഈ വീടിന്റെ തുടക്കത്തിൽ പറഞ്ഞ സാധനം, 7ന്റെ പണിയല്ലേ മക്കളെ. അതെ, ഇത് 7ന്റെ പണിയല്ലേ മക്കളെ, നിങ്ങൾ അപ്പൊ ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ ഉണ്ടായിരുന്നു. ഈ തേച്ചവരുടെ മുഖം കാണാനായിരുന്നു ഭയങ്കര, നമുക്ക് ഒരു സാധനം സന്തോഷം കിട്ടി സത്യമായിട്ടും. അതായത് ഒരാളെ തന്നെ ഒന്നും അല്ലാതെ ആക്കുമ്പോ സ്വാഭാവികമായിട്ട് എല്ലാ മനുഷ്യരും ഇപ്പൊ നമുക്ക് പോലും അയാളോടൊരു സിമ്പതി തോന്നും. ഈ അഭിശ്രീനെ അതില് പ്രത്യേകം പറയാം കേട്ടോ. അത് ചിലപ്പോ എന്താ പറയുക, അഭിശ്രീ കയ്യിൽ നിന്ന് വളരെ പെട്ടെന്നാണ് ദേഷ്യം വരുന്നത്. അത് മാത്രല്ല ആള്, അതായത് എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരാളെ പോയിന്റ് ഔട്ട് ചെയ്യുന്നു എന്നുള്ളപ്പോ ആ ആളെ എന്തെങ്കിലും പറയുമ്പോ ആ സംഭവം മാത്രം ആള് പ്രശ്നമാക്കി എടുക്കുന്നു. ആ സമയത്ത് ആൾക്ക് ഒരുപാട് പ്രതികരണം ഭീകര. അതായത് അനീഷ് എന്തെങ്കിലും ചെയ്താൽ മാത്രമേ പ്രതികരിക്കുള്ളൂ, അല്ലെങ്കിൽ എന്ത് പറഞ്ഞാലും അവര് ചിരിച്ചുകൊണ്ട് വേറെ രീതിയിലുള്ള, അതായത് ഈ ഗ്രൂപ്പിന്റെ ഭാഗമാണ് അതാണ് ഇവര് തീരുമാനിക്കുന്ന പോലെയാണ് അതെല്ലാം കാര്യങ്ങളും. ഇത് മാത്രം ആൾക്ക് ഭയങ്കര എതിർപ്പാണ്. എനിക്കെന്തായാലും ആളോട് പറയുന്നുണ്ട്. ഇപ്പൊ നമ്മൾ വീഡിയോ ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് റെന ഫാത്തിമ വീണ്ടും പറയുന്നുണ്ട്, അനീഷിന് ഒരുപാട് ഫാൻസ് കയറാൻ സാധ്യത ഉണ്ട്. ആ സമയത്ത് രേണുസുതി ഇരിക്കുന്നുണ്ട്. അപ്പൊ അഭിശ്രീക്ക് മനസ്സിലായിട്ടില്ല, അങ്ങനെ പറയാൻ പറ്റില്ല. ഇതിന്റെ ഏറ്റവും വലിയ കോമഡി അറിയോ, ആ സമയത്ത് ഇപ്പൊ കാണിക്കുന്നതിനകത്ത് കുറച്ച് സാധനങ്ങളുണ്ട്. ഇവരിപ്പോഴും ബാത്റൂമിലൊക്കെ നിന്നിട്ട് നമ്മുടെ ഗെയിം പൊട്ടിപ്പോയി. ഇവരുടെ വിചാരം എന്താ അറിയോ, ഇവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് സാബുവും രഞ്ജിത്ത് രേണുസൂതി അതിലുണ്ട്, സംസാരിക്കുന്നില്ല. ലാസ്റ്റ് വന്ന് സംസാരിക്കാനില്ല. അതായത് അത് അപ്പൊ ആ സമയത്ത് പോയിട്ടുണ്ടോണ്ട്. അതായത് അപ്പാനിശ്ശേരിത്ത് പറയണേ, ഈ ഗെയിം പൊളിഞ്ഞു പോയിന്ന്. എന്ത് പൊളിഞ്ഞു? ആ ടാസ്ക് പൊളിഞ്ഞോലോ. അതായത് അവരുദ്ദേശിച്ച രീതിയിൽ അതിനൊരു റിസൾട്ട് ഇല്ലാത്തതിന്റെ പേരില് അത് പൊളിഞ്ഞു പോയിന്ന് ഇവര് പറയണേ. ഇപ്പോഴാണ് അതാ ഞാൻ പറഞ്ഞേ, ഞാനതാ പറയാൻ വന്നേ. എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് ഇതിനകത്ത് ബുദ്ധിമാനായിട്ട് ഒറ്റ ആളേ ഉള്ളൂ. രണ്ടാള്. ഒന്ന്
അനീഷിന് ബുദ്ധി ഭയങ്കര ബുദ്ധിയാണെന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ ഈ കൂട്ടത്തിൽ അങ്ങനെ ബുദ്ധി കൂടിയത് തന്നെ പറയാം. അതെ, ഇവരെക്കാളും മികച്ചതാണ്. വേറെ ഒരുത്തരും അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇവരെക്കാളും മികച്ചതാണ്. പക്ഷെ ഇത് വളരെ സിമ്പിൾ ആയിട്ട് ആർക്ക് മനസ്സിലാവുന്നു? അത് രണ ഫാത്തിമക്ക് മനസ്സിലാവുന്നു. രണ ഫാത്തിമയാണ് ഇത്. അതായത് ഒരാളെ ഗെയിം സ്ട്രാറ്റജി ഏത് രീതിയിൽ പോകുമെന്ന് കണക്ക് കൂട്ടുക എന്നൊക്കെ പറഞ്ഞാൽ അപാര കഴിവാണ്. മനസ്സിലാക്കി കളിക്കാൻ. പിന്നെ അത് മാത്രല്ല, എല്ലാവരും ഒരേ അന്തരീക്ഷത്തിൽ എല്ലാവരും ഒരേ രീതി ചിന്തിച്ച് ആ ഒരു ക്ലൈമറ്റ് വർക്കാകുന്ന അടിയില് ഒരാള് വേറെ രീതിയിൽ ചിന്തിക്കണമെങ്കിൽ അതിനും മാരകമായിട്ടുള്ള കപ്പാസിറ്റി വേണം. അല്ലെങ്കിൽ നമ്മൾ അതേ കൂട്ടത്തിൽ അതേപോലെ നിന്നാണ് പോവുക ചെയ്യുക. ഇവരൊക്കെ വിചാരം എന്താ അറിയോ? ബിഗ് ബോസിനെ അങ്ങനെ സൂചിപ്പിച്ച് കഴിഞ്ഞാൽ കപ്പ് എടുത്ത് കൊടുക്കുന്നു. എനിക്ക് തോന്നിയ കാര്യം അതാട്ടോ. എനിക്ക് സത്യമായിട്ട് എനിക്ക് തോന്നി, ഞാൻ പറയും ചെയ്തില്ലേ. അതെ, ഇവരുടെയൊക്കെ ധാരണ ഇതാണ്. അതായത് ബിഗ് ബോസ് എന്ത് പറഞ്ഞു, അയ്യോ ബിഗ് ബോസിന് സപ്പോർട്ട്, ബിഗ് ബോസിനെ ഇങ്ങനെ കൂടെ ഇങ്ങനെ കൊണ്ടുനടന്ന വാടാ മോനെ 100 ദിവസം കഴിഞ്ഞ് ഇത് കൊണ്ടുപോയിക്കോന്ന് പറഞ്ഞു കൊടുക്കുന്നു. പ്രേക്ഷകരാണ് അവിടെ കണ്ടുകഴിഞ്ഞ് തീരുമാനിക്കുന്നതെന്ന് പിന്നെ ചിന്തിക്കാനുള്ളതില്ല. ബിഗ് ബോസ് താരാണ് എന്ന് നമ്മൾ ഇതിന്റെ തുടക്കത്തിൽ പറയാൻ കാരണം, ഒന്ന് ക്യാപ്റ്റനായിട്ട് നേരെടുത്ത് കൊടുത്ത് അനീഷിനെടുത്ത് കൊടുത്തു. അതിലൂടെ സംഭവിച്ചെന്നറിയോ? അതായത് ഇനി ഇവരെന്തായാലും ഒരാളെ കോർണർ ചെയ്ത് പ്രത്യേകമായിട്ട് ഇപ്പൊ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് ഇതുപോലെ നോമിനേറ്റ് ഒക്കെ ചെയ്ത്, അതായത് ദേഷ്യമുള്ള ഒരാളെ തെരഞ്ഞെടുക്കുന്നു. അത് പക്ഷെ എന്താണ് അതിന്റെ റിസൾട്ട് വരിക എന്നുള്ളത് അറിയാത്തത് കൊണ്ട് ഒരിക്കലും ഇനി അങ്ങനെ ചെയ്യൂല. അതായത് ഗ്രൂപ്പിസം, അവരുടെ സ്നേഹം അവിടെ വർക്കാവുമെങ്കിലും ഒരാളെ പ്രത്യേകം കോർണർ ചെയ്തിട്ട് ടാസ്കുകളിലൊക്കെ അത് ചെയ്യാൻ കഴിയില്ല. അത് ബിഗ് ബോസ് നുള്ളി. ഇങ്ങനത്തെ സംഭവങ്ങളിൽ ഒട്ടും കഴിയില്ല. കാരണം ഇവർക്ക് ഒരാളെ അല്ലെങ്കിൽ സത്യങ്ങൾ ഇനി വരും. അതെ അതെ അതെ. അതായത് ഇപ്പൊ ഇവനെ ഞാൻ ഒരുമിച്ചാണ് ഇവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറെ നുണകൾ കൂട്ടിയിട്ട് ഞാൻ ഇവന് വേണ്ടി സപ്പോർട്ട് ചെയ്തോണ്ടിരിക്കാന്ന് വിചാരിച്ചു. അങ്ങനത്തെ സപ്പോർട്ടിങ് ഒന്നും ഉണ്ടാവൂല. അത് സപ്പോർട്ട് ചെയ്തിട്ട് കാര്യമില്ല. അതായത് സാധാരണ നമ്മളിപ്പോ ഇങ്ങനെയൊക്കെ നോമിനേഷൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആള് അങ്ങ് ഔട്ടാവും. അതെ. പക്ഷെ ഇവിടെ സംഭവിച്ചത് ആള് ക്യാപ്റ്റനായി മാറുകയാണ്. അപ്പോ അതോ സീസൺ ഇവര് ഉദ്ദേശിച്ച കാര്യം എന്താ? അതായത് ഒരിക്കലും ബിഗ് ബോസ് എങ്ങനെയൊക്കെ ശ്രമിച്ചാലും കൊടുക്കാൻ പറ്റാത്ത ലെവലിലേക്ക് ആക്കി വെച്ചല്ലേ. അതാണ് ഇവരുടെ ഉദ്ദേശം. അതെ. കാരണം എല്ലാരും കൊണ്ടുപോയി മുഖത്ത് ഫോം തേച്ചു ആരുടെ? അനീഷിന്റെ. എന്നിട്ട് ആ ആളെ ബിഗ് ബോസ് എന്ത് ചെയ്യുന്നു? അയാളെ പിടിച്ച് ക്യാപ്റ്റൻ ആക്കുന്നു. അതും സീസൺ 7 ഫസ്റ്റ് ക്യാപ്റ്റൻ. സൂപ്പർ ആയിട്ടോ, അടിപൊളി. ചില സമയങ്ങള് എനിക്ക് ഇന്ന് ആ ഒരു ക്യാപ്റ്റൻസി ടാസ്കിന്റെ ഒക്കെ തൊട്ട് മുന്നേ നടന്ന സംഭവങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോ എനിക്കും ആളോടൊരു ഇത് തോന്നിയായിരുന്നു കേട്ടോ, സോഫ്റ്റ് കോർണർ. കാരണം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആള് അതിനകത്ത് എതിർത്ത് സംസാരിച്ചു എന്നുള്ളതാണ്. ഈ അപ്പാനിശരത്ത് ഒരു പേപ്പർ എടുക്കാൻ പോയ സമയത്ത് ആള് എതിർത്ത് സംസാരിച്ചു പറഞ്ഞിട്ടാണ് എല്ലാരും കൂടി അങ്ങ് ടാർഗറ്റ് ചെയ്തത്. അതിന് മുൻപുള്ള കുറെ കാര്യങ്ങൾ ഉണ്ട്. പക്ഷെ ആ സമയം മുതലേ ഞാൻ പറഞ്ഞത് അത് ആ സമയത്ത് അയാള് രണ്ടാമതും വേറൊരാള് പോയി എന്തോ ഒരു സാധനം ആളെ വിളിച്ചിട്ട് വരാൻ പറഞ്ഞപ്പോ അനുമോളെ പോയി. അപ്പോഴും മറ്റു ചില ആൾക്കാർ പറഞ്ഞെന്നാ അനീഷിനോട്. പക്ഷെ അപ്പോഴും സമ്മതിക്കാത്ത കുറെ ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്കിട്ടൊക്കെ അതാണ് ഈ ഗ്രൂപ്പാണ് സമ്മതിക്കാത്തത്. ആ ഒരു അടിയായിരുന്നു. വേറെ കുറെ ആൾക്കാരുണ്ട്. ഇപ്പൊ അതില് രേണു സുധി, റിൻസി, ബിന്നി, അങ്ങനെ കുറച്ച് ഫീമെയിൽ കണ്ടസ്റ്റൻസുകളാണ്. ഇവരൊക്കെ അവിടെ ഒറ്റപ്പെട്ട്, അതായത് അവര് ഈ ചിത്രത്തിലില്ല, ഈ കളിയുടെ ഭാഗമല്ല. ഇവര് കുറച്ച് ആൾക്കാർ അത്രേ ഉള്ളൂ. അവരിങ്ങനെ ഒരു ഒഴുക്കിന് പോകുന്ന കുറച്ച് ടീമാണ്. ഫസ്റ്റ് ഡേ ആണ് ഇങ്ങനെ തോന്നിയതെങ്കിൽ അതെ, ഇനി അങ്ങോട്ട് അല്ല എന്തും ആവട്ടെ, ഏത് സമയത്ത് സംഭവിക്കാം. ഒരാളെ മാത്രം നമുക്ക് നാളെ നമുക്ക് ഇഷ്ടപ്പെടുന്ന വേറൊരാളായിരിക്കും. അതായത് അവരുടെ പെർഫോമൻസ് പോലെ ആയിരിക്കും നമുക്ക് ഓരോ ദിവസവും വരാൻ പോണത്. എന്തായാലും ഇന്നത്തെ താരം രണ്ടാൾക്കാരാണ് ഇതുവരെ. ഒന്ന് രേണു, ഒന്ന് രണ ഫാത്തിമ, പിന്നെ അനീഷ് എന്തായാലും അവസാനം വരെ കാണും. അതങ്ങനെ തന്നെയാണ് തോന്നുന്നത്. കാരണം കണ്ടന്റ് വരണമെങ്കിൽ എവിടെ അനീഷ്, എവിടെ മുത്ത്, എവിടെ ഞങ്ങൾ സ്വയം ചോദിച്ചോണ്ടിരിക്കുക. അനീഷിനെ കാണിക്കും, എന്നാ അവിടെ എന്തെങ്കിലും വരും, എന്നാ എന്തെങ്കിലും അവിടെ സംഭവിക്കും. എടോ അതാ ഞാൻ പറഞ്ഞേ, ബാക്കി 18 പേർക്കും ഒരു കാര്യം പറയുമ്പോ എല്ലാവർക്കും ഒരേ അഭിപ്രായമാണ്. അതെ, ഒരേ അഭിപ്രായം. അവിടെ ഒരു അഭിപ്രായം മാറി ചിന്തിക്കുന്ന ഒരാൾ വന്നാൽ അയാളെ അവർക്ക് ഇഷ്ടമല്ല. അതെ, രണ്ടുപേരാണുള്ളത്. ഒന്ന് രണ, ഒന്ന് അനീഷ്. വേറെ ഒരാൾക്കും വേറെ അഭിപ്രായം അവിടെ വരുന്നു. അനീഷ് എല്ലാരും സപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പൊ ഇതന്നെ ഞാൻ പറയുന്നത്, അപ്പാനിശരത്ത് പോട്ടെ എന്ന് എല്ലാരും പറഞ്ഞു. അത് അയാൾക്ക് ഇഷ്ടമല്ല, എനിക്ക് പോണം. അതെ, അയാള് പറഞ്ഞ എന്താ അതിനെ എതിർത്ത് പറയുന്നതിന് എന്താണ്? അതാണ് ബിഗ് ബോസ്. അല്ലാണ്ട് ഇവരെന്താ വിചാരിച്ചോട്ടെ ഇവര് പറയുന്ന കാര്യത്തിന് മാത്രം സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ. അത് അവര് ആർട്ടിസ്റ്റ് ടീമുണ്ട്, അവർക്ക് അവരോട് പ്രത്യേക താല്പര്യം. എന്നിട്ട് അവര് ചിരിക്കുന്നു, അവര് ഒരാളെ കളിയാക്കുന്നു, അവര് എന്താ കോമഡി പറയുന്നു ഒരാളെ കുറിച്ച്.
അങ്ങനെ ഇരുന്ന് അവരിങ്ങനെ എൻജോയ് ചെയ്തോണ്ടിരിക്കുക. ഒരു ഉണ്ടേറ്റ് ഉണ്ടാക്കുന്നില്ല. ഏതോ ഒരു സീസണിൽ നമ്മളിത് പറഞ്ഞിട്ടുള്ള, അതുകൊണ്ടാണ് എനിക്കത് പെട്ടെന്ന് ഓർമ്മ. എന്താണെന്ന് അറിയോ, ഇവരുടെ വിചാരം ഈ 18 പേരും 100 ദിവസം അതിനുള്ളിൽ നിൽക്കാനുള്ള ആൾക്കാരാണല്ല. ഏതോ ഒരു സീസണിന്റെ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് ഓർമ്മ. ഇവര് അങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ ആ ഒരു മൂഡിൽ ഇങ്ങനെ പോവാന്ന് വിചാരിക്കുന്ന ആൾക്കാർ. ഇപ്പൊ ആ നെവിൻ എന്ന് പറഞ്ഞ പയ്യനല്ലേ, ആളിപ്പൊ ഞാൻ ആ വീഡിയോ കണ്ടപ്പോ ഇരുന്ന് പറഞ്ഞിട്ടുണ്ട്, മറ്റേ ഷാരിഖിനോട് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെയൊക്കെ എന്റെ വശത്താക്കും. അവരപ്പൊ തന്നെ മനസ്സിൽ പ്ലാൻ ചെയ്യുന്ന ഒരു ടീം ഉണ്ടാക്കണം, എന്നിട്ട് ആ ടീമിനെയും കൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകണം. അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർ എന്തെന്ന് കളിക്കാൻ അവിടെ പോയിട്ട്. എന്തായാലും രസമുണ്ട്, ബിഗ് ബോസ് കാണാൻ രസമുണ്ട്, അത്ര പറയാനുള്ളൂ. ഇതിപ്പോ 2 വീഡിയോ ആയിട്ട് വരേണ്ടി വരും. ഇല്ല, അത് ഒറ്റയടിക്ക് പോകും. എന്നാ ശരി, അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരാം. പിന്നെ നമ്മുടെ ചാനൽ എന്റർടൈൻമെന്റ് കീഴിൽ അത് ഉപേക്ഷിച്ചിട്ടൊന്നുമില്ല കേട്ടോ, ഇപ്പൊ വരും, അതിലും വീഡിയോ വരും. അമ്പോ അങ്ങനെ കരുതരുത്.